മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കർണാടക ധർമ്മസ്ഥലയിൽ നടത്തിവരുന്ന പരിശോധന താൽക്കാലികമായി നിർത്തുന്നു. മണ്ണ് മാറ്റിയുള്ള പരിശോധന ഫോറൻസിക് റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കുന്നതായി കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര നിയമസഭയിൽ പറഞ്ഞു. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുകയാണ്. റഹീസ്, വിശദാംശങ്ങൾ എന്താണ്? ഇതിപ്പോൾ ആഭ്യന്തരമന്ത്രി നിയമസഭയിൽ പറയുന്നുണ്ട് ഈ മണ്ണ് പരിശോധന വേണം എന്ന് പറയുന്നു, എങ്കിൽ മാത്രമേ ഇനി തുടർ നടപടികൾ ഉണ്ടാകുകയുള്ളൂ എന്നാണോ സർക്കാർ തീരുമാനം? പ്രജിൻ, രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടുനിന്ന മണ്ണുമാറ്റിയുള്ള പരിശോധന, 17 സ്പോട്ടുകളുടെ പരിശോധന. ഈ പരിശോധനയിൽ 2 സ്പോട്ടുകളിൽ നിന്ന് മാത്രമാണ് അസ്ഥികൾ കണ്ടെത്താൻ കഴിഞ്ഞത്. മാത്രമല്ല, ഇതിൻ്റെ സാക്ഷി പറഞ്ഞ കുറേ സ്ഥലങ്ങൾ ഒരുപാട് സമയം പരിശോധിച്ചെങ്കിലും ഒടുവിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും കാര്യമായൊന്നും കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് കർണാടകയിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. പ്രത്യേകിച്ച് നിയമസഭ സമ്മേളിക്കുന്നതിനിടയിൽ ഇത് പ്രതിപക്ഷം വലിയ ആയുധമാക്കി. BJP ക്ഷേത്രത്തിനെതിരായുള്ള കോൺഗ്രസിൻ്റെ അതിക്രമമാണ്, ആ കടന്നുകയറ്റത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു എന്നടക്കമുള്ള വലിയ വിമർശനം നടത്തുന്നതിനിടയിലാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര നിയമസഭയിൽ ഈ വിഷയത്തിൽ സംസാരിക്കുകയും ഒരു പ്രധാനപ്പെട്ട തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതായത് ഇനി പരിശോധനാ റിസൾട്ട് വരുന്നതുവരെ, ഫോറൻസിക് സയൻസ് ലാബിലെ പരിശോധനാ റിപ്പോർട്ട് വരുന്നതുവരെ ധർമ്മസ്ഥലയിൽ മണ്ണ് മാറ്റിയുള്ള പരിശോധന നടത്തില്ല എന്നുള്ളൊരു തീരുമാനമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റുള്ള പരിശോധനകൾ അതേപടി തുടരും എന്നുകൂടി പറയുന്നുണ്ട്. ഈ SIT സംഘം കാണാതായവരുടെ പട്ടികയൊക്കെ കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം നടത്തുന്നുണ്ട്. അതൊക്കെയും അത്തരത്തിൽ തന്നെ തുടരും. പക്ഷേ മണ്ണ് മാറ്റി പരിശോധന നടത്തുന്നതിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ സ്പോട്ടുകളിൽ നിന്ന് ലഭിച്ച അസ്ഥികളുടെ പരിശോധനാ ഫലം വരണം. അത് ഫോറൻസിക് ലാബിൽ പരിശോധന ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ പരിശോധനാ ഫലം വരണം. ഒപ്പം തന്നെ ഈ ശുചീകരണ തൊഴിലാളി ആദ്യം ഒരു അസ്ഥികൂടം കൊണ്ടുകൊടുത്തിരുന്നു. അത് കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ച ആ അസ്ഥികൂടത്തിൻ്റെ പരിശോധനാ ഫലം കൂടി വരേണ്ടതുണ്ട്. അതിനൊക്കെ ശേഷം മാത്രമായിരിക്കും ഇനി മണ്ണ് മാറ്റിയുള്ള പരിശോധന എന്നുള്ളതാണ് നിലവിൽ സർക്കാരിൻ്റെ തീരുമാനം. ഇത് പ്രത്യേകിച്ചും സർക്കാരും പ്രതിരോധത്തിലായിരുന്നു. പാർട്ടിയിലെ MLA മാർ തന്നെ, അതായത് കോൺഗ്രസിലെ MLA മാർ തന്നെ യോഗത്തിൽ സർക്കാരിനെ കടന്നാക്രമിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിനെതിരായിട്ടുള്ള അറ്റാക്കായിട്ടാണ് ഇത് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിന് കോൺഗ്രസ് കുടപിടിക്കരുത്, എത്ര നാൾ വരെ ഈ പരിശോധന നീണ്ടുകൊണ്ടുപോകും, എവിടെയൊക്കെ കുഴിച്ചു പരിശോധിക്കും എന്നതടക്കം കോൺഗ്രസിനകത്ത് തന്നെ ഇത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഈ വിഷയത്തിൽ എപ്പോഴും ഇതൊരു ക്ഷേത്രത്തിനെതിരായിട്ടുള്ള അതിക്രമമാണ്, കടന്നുകയറ്റമാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഉണ്ടായത്. അപ്പോൾ അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഒടുവിൽ സർക്കാർ തീരുമാനം വന്നിരിക്കുന്നത്. ഇനി പരിശോധന ഇപ്പോൾ ശേഖരിച്ച അസ്ഥികളുടെ ഒക്കെയും ലാബിലെ പരിശോധനാ ഫലം വന്നതിനു ശേഷം മതി ഇനി മണ്ണ് മാറ്റിയുള്ള പരിശോധന എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം BJP നിയമസഭയിൽ ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. ആ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. ഒരിക്കലും സർക്കാർ ഈ അന്വേഷണ സംഘത്തെ പ്രതിക്കൂട്ടിലാക്കില്ല, അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കില്ല എന്നതടക്കം പറഞ്ഞു വെക്കുക കൂടിയാണ് ആഭ്യന്തരമന്ത്രി ചെയ്തത്. എന്തായാലും താൽക്കാലികമായി ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധനയ്ക്ക് വിരാമമിടുകയാണ്. ഇനി ഈ റിസൾട്ട് വന്നതിന് ശേഷമാകും തുടർ പരിശോധന. പ്രജിൻ, മുഹമ്മദ് റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്നും. ISRO ശാസ്ത്രജ്ഞനായിരുന്ന M അണ്ണാദുരൈ ഇന്ത്യ സഖ്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.